നമുക്ക് മൂത്രമൊഴിക്കാൻ പോവാനാണ് മോനെ. ആയ് നിങ്ങളിങ്ങനെ വെറുപ്പിക്കല്ലുമ്മ. ഞാൻ ഇവിടെ കയറി വന്നിട്ടല്ലേ ഉള്ളൂ. ഓള് വരൂ, ഓംനേഴ്സ് വരൂ. ഓംനേഴ്സ് വന്ന് നിങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരൂ. അതിനല്ലേ ഓൾക്ക് ഇക്കാക്ക സാലറി കൊടുത്തിട്ട് ഇവിടെ നിർത്തിച്ചിരിക്കുന്നത്. ഓള് വരട്ടെ, അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കേ. അവന്റെ മോനെ, ഞാനൊന്ന് ബാത്റൂമിലേക്ക് പോവാനല്ല എന്നോട് പറഞ്ഞിട്ടുള്ളൂ മോനെ. എനിക്ക് അതുവരെ ഒന്നും പിടിച്ച് നിക്കാൻ പറ്റൂല മോനെ. ഒന്നും ബാത്റൂമിലേക്ക് ഒന്ന് കൊണ്ടുപോ മോനെ. നിങ്ങൾ കുറച്ച് ക്ഷമിക്കുമ്മ. ഓളിപ്പം വരും. ഓള് വന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നിങ്ങളെ ബാപ്പുള്ള സമയത്തൊന്നും നിങ്ങൾക്ക് ഞാനൊരു ദോഷം ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്ന്, നല്ല പഠിപ്പ് തന്ന്, എത്ര സന്തോഷത്തിലാണ് നിങ്ങളെ ഞാൻ വളർത്തിയത്. ബാപ്പന്റെ മരണശേഷം ബാപ്പന്റെ സ്വത്തുക്കളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നീലേ. ഇനിയിപ്പോ എന്താ ഉള്ളത്? ഇനി ഈ ഒരു കിടപ്പാടം മാത്രമേ ഉള്ളൂ. അതെന്നെ ഖബറിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റുള്ളൂ. നിങ്ങളും പഠിപ്പിച്ചതും വിദ്യാഭ്യാസം നൽകിയതൊക്കെ അതൊക്കെ നിങ്ങളെ കടമയാണ്. ഇതെല്ലാ മാതാപിതാക്കൾക്കും പറയാനുണ്ടാവും ഇങ്ങനെ ഓരോ പഴങ്കഥകള്. എന്താണ് മോനെ പറയണത്? ഹലോ, ഇക്കാക്ക അസ്സലാമു അലൈക്കും. എന്തുണ്ട്, സുഖാണോ? അൽഹംദുലില്ലാ, റാഹത്ത് തന്നെയാണ്. ഇവിടെ എന്ത് വിശേഷോ? ഇവിടെ ഇങ്ങനൊക്കെ എന്ത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞില്ലേ, ഹോംനേഴ്സിനെ നിർത്തണ്ട, ഉമ്മനെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാണെന്ന്. നിങ്ങൾ ഒരാൾ പറഞ്ഞിട്ടല്ലേ ഇവിടെ ഹോംനേഴ്സിനെ ആക്കിയതാണ്. ഓളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീവാണ്, വരുന്നില്ല. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉമ്മന്റെ തീട്ടവും മൂത്രം ഇങ്ങനെ പോരാൻ എനിക്ക് പറ്റൂല കേട്ടോ. ഇനിയിപ്പോ നല്ലൊരു ഉമ്മക്ക് കുറച്ച് ആക്കായി കഴിഞ്ഞാല് ഞാൻ ഉമ്മനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കും. എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചിട്ട് ചെയ്യേ. നിങ്ങൾ അതിന്റെ കാശിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാടാക്കാം കേട്ടോ. ഓക്കെ, എന്നാ ശരി. ഹലോ, ഇക്കാക്ക. ഓംനേഴ്സ് വിളിച്ചിട്ട് ഉമ്മാക്ക് ഇപ്പൊ ആക്കുന്നുണ്ട്, നടക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ ഞാൻ ഇവളോടൊന്ന് ചോദിച്ചു, വൈഫിനോടൊന്ന് ചോദിച്ചു നോക്കി. 1-2 ദിവസം ഉമ്മനോട് നിർത്തിക്കാൻ പറ്റുമോ? സമ്മതിക്കണില്ല. പിന്നെ എനക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതാണ്. എന്ത് ചെയ്യാ, നമ്മളെ കഷ്ടപ്പാട്. വേറെന്ത് ചെയ്യാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ ഉമ്മനെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കാണ് കേട്ടോ. ഓക്കെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം ഞാൻ വിളിക്കുന്നുണ്ട്. എന്നാ ശരിയെന്നാ. ഓക്കെ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. ശരി, ഓക്കെ. എന്നാ നമുക്ക് പോവാലോ. നമ്മൾ എങ്ങോട്ടാ പോണേ? മോന്റെ വീട്ടിലേക്കാണോ? ഉമ്മ നടക്കേ. എങ്ങോട്ടാ കൊണ്ടോണേ? നടക്കേ. നമ്മന്റെ കൈ പിടിക്കുന്നോനെ. എന്താ ഷുക്കൂറേ? ഞാൻ ഇന്നലെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടില്ലേ. ഇതാണ് എൻ്റെ ഉമ്മാണ്. ഇമ്മന്റെ പേരെന്താ? ഉമ്മന്റെ പേര് ആയിഷ. അഡ്രസ് ഞാൻ നേരത്തെ പറഞ്ഞു, എഴുതിക്കൊണ്ട്. ആധാർ കാർഡ് ഉണ്ടോ? ആധാറില്ല. ഇതാ. വേറൊരു കാര്യം, ഉമ്മന്റെ ഒരു ആവശ്യത്തിനും നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് മാസാമാസം ക്യാഷ് നിങ്ങൾ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഈ നമ്പറിലേക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം കേട്ടോ. എന്നാ ശരി. എന്നാ
അസ്സലാമു അലൈക്കും. ഞാനൊരു 3 മാസം മുന്നേ എൻ്റെ ഉമ്മനെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാനും അവർക്ക് ഒരു പൊടി ചോറ് കൊണ്ടാകുന്നതാണ്. ഈ കാര്യം എന്നോട് അറിയിക്കേണ്ട പറഞ്ഞതല്ലേ, അതുകൊണ്ട് നിങ്ങൾ അറിയിച്ചിട്ടില്ല. നമുക്ക് എന്ത് ഉമ്മ കഴിഞ്ഞ ആഴ്ച ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഉമ്മയോ? ഞാൻ പടച്ചോനെ, ഞാൻ പോവല്ലേ? ഉമ്മ കത്തി ഏൽപ്പിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. മോനെ, ഞാൻ തന്ന സ്നേഹവും പരിചരണവും നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റിയില്ല. മരിക്കുന്നതിന് മുൻപ് എൻ്റെ 2 മക്കളെയും കാണാനും പറ്റിയില്ല. ഉമ്മ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നിൻ്റെ മക്കളെ അറിയാതെ പോലും നീ ഒരു പരിധിയിൽ കൂടുതൽ സ്നേഹിക്കരുത്. നിനക്കും ഈ ഗതി വരാം. നിനക്ക് സഹിക്കാൻ പറ്റില്ല. ഉമ്മയുടെ പ്രാർത്ഥന നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും. മാതാപിതാക്കളുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. അവരുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. ഇവിടെ ഇനി ഒരു ശുക്കൂറും ഇല്ലാതിരിക്കട്ടെ. ശുക്കൂറിൻ്റെ യാത്ര പള്ളിപ്പറമ്പിലെ 6 മണിയിലേക്കാണ്. ഇനി ഈ ഷോട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ്